أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി, അതുമായി ബന്ധപ്പെട്ട പഠനമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഖിറാഅത്ത് എന്ന് നമ്മൾ ഓതി കേട്ടു, അതിൻ്റെ അർത്ഥം നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യേണ്ടത്? മവാദിഉ മശ്റൂഅത്തി ഖിറാഅത്തി ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ: ഒന്ന്, ദുബുറു സ്വലവാത്തിൽ മക്തൂബ, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം. തുസന്നു ഖിറാഅത്തുഹാ ബഅദ കുല്ലി സലാത്തിൽ ഫർളി, ഫർള് കുല്ലി സ്വലാത്തി ഫർളി, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അദ്ദുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ വൽ ഫജ്ർ, 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്താണ്. സിറം ബൈനൽ അബ്ദി വ റബ്ബി, വളരെ രഹസ്യമായിട്ട് ഓതുന്ന അടിമയും അല്ലാഹു മാത്രം കേൾക്കുന്ന രൂപത്തിലാണ് നമ്മൾ നമസ്കാരത്തിന് ശേഷം ഓതേണ്ടത്. അടുത്ത സന്ദർഭം ഇൻദൻ നൗം, നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത്. തുഖറഉ ഇൻദൽ അഖദിലിൽ മദ്ജഇ, കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വിരിപ്പൊക്കെ തട്ടിക്കൊടയുന്ന സമയത്ത് ആ കിടക്കിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ടായിരിക്കണം കിടക്കേണ്ടത്. എന്തിനു വേണ്ടി? ലിൽ ഹിറാസത്തി വൽ ഹിഫ്ദി തൂലൽ ലൈൽ, രാത്രി മുഴുവൻ സംരക്ഷണം കിട്ടാൻ, കാവല് കിട്ടാൻ, പ്രത്യേകം അല്ലാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആയത്തുൽ കുർസി ഓതണമെന്ന് പറയാനുള്ള കാരണം. മൂന്നാമത്തെ സന്ദർഭം അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെകളിലും വൈകുന്നേരങ്ങളിലും പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അദ്കാറുകളുണ്ട്, പ്രത്യേക ദിക്റുകൾ, പ്രാർത്ഥനകൾ. അതിൻ്റെ തുടക്കം തന്നെ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടാണ് തുടങ്ങേണ്ടത്, നമ്മൾ തുടങ്ങാറുള്ളത്. ഇല്ലാത്തവർ അത് ജീവിതത്തിൽ പകർത്തണം. വറദത്ത് കജുസി മിനത്ത് തഹ്സീനാത്തി യൗമിയ, ദൈനംദിന സംരക്ഷണ ദിക്റുകളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അല്ലത്തി തുശ്റഉ ലിർറജുലി വൽ മർഅ, എല്ലാ മുസ്ലിമായ പുരുഷനും സ്ത്രീകളും ഇതൊക്കെ നിർവഹിക്കണം. എല്ലാവർക്കും നിയമവിധേയമായിട്ടുള്ള ഒരു കാര്യമാണ് രാവിലെയും വൈകുന്നേരം അദ്കാർ ചൊല്ലുക എന്നുള്ളത്. തലബൻ ലിൽ വിഖായത്തി വൽ ഹിഫ്ളി, ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സംരക്ഷണവും സുരക്ഷയും തേടിക്കൊണ്ടുള്ള ദിക്റുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ നമ്മൾ പകർത്തുക. അതിൻ്റെ തുടക്കം ആയത്തുൽ കുർസി ഓതിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫദായിലു ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ഫദലുകളാണ്, ശ്രേഷ്ഠതകളാണ്. നമ്മൾ പറഞ്ഞു എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ഓതണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആയത്തുൽ കുർസി എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഗൗരവം എന്താണ്? എപ്പോഴും ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം ചൊല്ലണമെന്ന് പറയാനുള്ള കാരണം എന്താ? സബബുൽ ലിദുഖൂലിൽ ജന്ന,
അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും. അൽ മുവാദബത്തു അലിഹ അഖിബ കുല്ലി സ്വലാത്തിൽ മക്തൂബ തൂജിബു ലിമൻ ദാവമ അലൈഹൽ ജന്ന ബിഹൈസു ലാ യംനഉഹു മിൻ ദുഖൂലിഹ ഇല്ലൽ മൗത്ത്. സ്ഥിരമായിട്ട് കൃത്യനിഷ്ഠതയോടുകൂടി എല്ലാ വക്ത നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവർ, അതിൽ സ്ഥിരത പുലർത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ട്. മരണം ഒഴികെ ബിഹൈസു ലാ യംനഉഹു മിൻ ദുഖൂലിഹ ഇല്ലൽ മൗത്ത്, മരണം ഒഴികെ മറ്റൊന്നും അവനെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് തടയുകയില്ല എന്നുള്ളതാണ്. അതായത് തടസ്സമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് മരണം മാത്രമാണ്. മരിച്ചാൽ പിന്നെ ഈ രൂപത്തിൽ ആയത്തിൽ കുറിച്ച് ഓതിയവൻ സ്വർഗത്തിലേക്കുള്ളവനാണ് എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നമുക്ക് നേട്ടം അൽ ഹിഫ്ദു വൽ ഹിമായത്തു മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നുള്ള സംരക്ഷണവും പിശാചുക്കളിൽ നിന്നുള്ള കാവലുമാണ് ആയത്തുൽ കുർസി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായ നമ്മുടെ ശത്രുക്കൾ, ആ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപദ്രവങ്ങൾ നമുക്കറിയാം. പക്ഷെ ജിന്നുകൾ അവര് വളരെ ഗൗരവമുള്ളവരാണ്. അവരുടെ നീക്കങ്ങൾ, അനക്കങ്ങൾ, അവരുടെ രൂപങ്ങൾ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ശൈത്താന്മാർ, അവർക്ക് നമ്മളെ കാണാം, നമുക്ക് അവരെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. മാത്രമല്ല ആ പിശാചിൽ നിന്ന് സംരക്ഷണം തേടാൻ സൂറത്തുൻ നാസ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അപ്പൊ ആയത്തുൽ കുർസി സ്ഥിരമായിട്ട് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സംരക്ഷണവും കാവലും പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ലഭിക്കും എന്നുള്ളതാണ്. ഖിറാഅത്തുഹ ഇൻദ നൗം, പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളത് പാരായണം ചെയ്താൽ തജഅലു അലൽ അബ്ദി ഹാഫിളൻ മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസി ഓതി കിടന്നവന് ഒരു പ്രത്യേക കാവൽക്കാരനെ, ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സെക്യൂരിറ്റി നൽകും എന്നുള്ളതാണ്. വലാ യഖറബുഹു ശൈത്താനുൻ ഹത്താ യുസ്ബിഹ, ആയത്തുൽ കുർസി മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയവനെ സംബന്ധിച്ചിടത്തോളം പ്രഭാതം വരെ അവരിലേക്ക് ശൈത്താൻ വരികയില്ല. അതുകൊണ്ട് ആ വിഷയം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പുലർത്തി പോരുക. നമ്മൾ അത് ചൊല്ലിക്കിടന്നാൽ പ്രഭാതം വരെ, രാവിലെ വരെ ശൈത്താൻ വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സെക്യൂരിറ്റിയെ നമുക്ക് വേണ്ടി സംവിധാനിക്കും. എല്ലാ നമസ്കാരത്തിനു ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പിന്നെ തടസ്സമായിട്ട് നിൽക്കുന്നത് മരണം മാത്രമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. അതാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അൻ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തി മക്തുബഹ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണമെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ഇതാണ്. ഹദീസ് അബി ഹുറൈറ റളിയല്ലാഹു അൻഹു തവീൽ ഫീ ഖിസ്സത്തിഹി മഅ ശൈത്താൻ ഹീന ഖാല ലഹു, ഒരു നീണ്ട ഹദീസിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു വലിയൊരു ചരിത്രമാണ് ഇത്. ചുരുക്കി പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റമദാനിൽ ഫിത്ർ സക്കാത്തിന്റെ ഭക്ഷണ സാധനങ്ങളുടെ മേൽനോട്ടം, അതിന്റെ കാവൽക്കാരനായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ നിശ്ചയിച്ചു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് ആ ഭക്ഷണ വസ്തുക്കളിലേക്ക് കൈയിട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണല്ലോ. കൈക്ക് പിടിച്ചു. വല്ലാഹി ഞാൻ നിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തന്റെ പ്രയാസങ്ങൾ, പട്ടിണി, പരിഭവം, ബുദ്ധിമുട്ടുകളൊക്കെ അവതരിപ്പിച്ചപ്പോൾ കാരുണ്യം തോന്നിയിട്ട് വെറുതെ വിട്ടു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിറ്റേ ദിവസം ഈ വിവരം അറിയിച്ചപ്പോൾ അവൻ കള്ളനാണ്, കളവാണ് പറഞ്ഞത്, അവൻ ഇനിയും വരുന്നു പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാത്തു നിന്നു. രണ്ടാമത്തെ ദിവസത്തിലെ രാത്രിയിലും വന്നു.
രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ആവർത്തിച്ചു. മൂന്നാമത്തെ ദിവസം വരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാത്തിരുന്നു. മൂന്നാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറയാണ്, ആ വന്ന ആള് പറയാണ്, പിന്നെ നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞു തരാം, വളരെ ഉപകാരമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് നീ ഉറങ്ങണം. നിനക്ക് പ്രത്യേക അള്ളാഹുവിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ നിനക്ക് ലഭിക്കും. അതാണ് ഈ വാക്കുകൾ. ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറഉ ആയത്തുൽ കുർസി ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. നേരം വെളുക്കുന്നത് വരെ ആയത്തുൽ കുർസി നീ ഓതുകയാണെങ്കിൽ, അതായത് ആയത്തുൽ കുർസി ഓതിയിട്ട് നീ ഉറങ്ങുകയാണെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ശൈത്താൻമാർ നിന്റെ അടുക്കലേക്ക് വരികയില്ല. അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ നിനക്ക് ഉണ്ടാകും. ഇത് പറയണത് ആരാ? ആ വന്ന മനുഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഗതി അവൻ കള്ളനാണെങ്കിലും സദഖക വഹുവ കദൂബ്, ഇപ്പൊ പറഞ്ഞത് മൂന്നാമത്തെ ദിവസം പറഞ്ഞത് സത്യമാണ്. ആ വന്നത് ആരാണെന്ന് നിനക്കറിയോ? ഇല്ല നബിയെ, ദാക ശൈത്താൻ, അത് ശൈത്താനാണ് വന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാവൽ കിട്ടാൻ, സംരക്ഷണം കിട്ടാൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആയത്തുൽ കുർസി ഓതി കിടക്കുക, ഉറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞ സമയങ്ങളിൽ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ദിവസങ്ങളിലും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. പിശാചുക്കളുടെ ശറുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അള്ളാഹുവിന്റെ പ്രത്യേക കാവലും സംരക്ഷണമൊക്കെ കിട്ടാനുള്ള സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു ആയത്താണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ പകർത്താനും ഒക്കെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.